വിശുദ്ധ യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ യേശു മിശിഹായേ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും അനുഗ്രഹം ചൊരിയണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ വചനവുമായി ഞങ്ങളുടെ രാജാദൈവവുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്വഭാവപ്രകാരം മനസ്സിലാക്കുന്നു. സകലം ജീവൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി ശുദ്ധം ധരിച്ചു. ദൈവമേ, പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശിവപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശിവപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ
പരിശുദ്ധനാകുന്നു. ഞങ്ങളെ ക്രൂശിക്കപ്പെട്ടവരായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങൾ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ ദിവ്യന്മാരായ ശ്ലീഹന്മാരുടെയും വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹായുടെയും കൽപ്പനകൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വിശുദ്ധ എവങ്കേലിയോന്റെ സാരാംശം ഗ്രഹിപ്പാൻ വിശുദ്ധ റൂഹായുടെ നൽവരം നൽകി ഞങ്ങളെ നിറയ്ക്കണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യരായി തീരുകയും ചെയ്യണമേ. ഓശോ വബക്കുൽ സുബ്ഹാന ഓർമ്മൻ. സഹോദരീ സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും അണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ ജീവനുള്ള വചനമായ വിശുദ്ധ എവങ്കേലിയോന്റെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മർക്കോസ് എവങ്കേലിയോസിന്റെ ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവരെ തടയുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ നാലാളൊരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായിയാൽ മേൽപ്പുര മുളച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കിയോടെ ഇറക്കി വച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു ഇവനിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്തോ എന്ന് പറയുന്നത് കണ്ടു. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാണെന്ന ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവരുടെ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സ് ഗ്രഹിച്ചു. അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത്
നിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും കാണെ അവൻ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിസ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമെല്ലാം ഇപ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. തന്നെ നോക്കി വിളിക്കുന്ന പാപികളോട് ഉത്തരമരുളുന്ന കാരുണ്യവാനായ കപിതാവൻ തന്റെ വാതിലിൽ മുട്ടുന്ന അനുതാപികളെ സ്വീകരിക്കുന്നതേ നിറഞ്ഞ ഏകപുത്രനും തന്നെ അന്വേഷിക്കുന്ന കുറ്റക്കാരെ ശുദ്ധീകരിക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിക്കും പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്ത് നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും മായ്ച്ചില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഗീതവണ്ണം വലുപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ളതിന്റെ ജനത്തിന്റെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. നിന്റെ മനസ്സിലാലും സ്നേഹത്താലും മായച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ തിരുസഭയുടെ സന്താനങ്ങളായവരുടെയും ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കർത്താതി കർത്താവും രാജാതി രാജാവുമായ മഹത്വത്തിന്റെ നാഥനായ യേശുമശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനുമായി നിന്റെ കരുണയും ദയയും ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, സകലവിധ ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് രക്ഷിച്ചു കൊള്ളണമേ. നിന്നോട് ചേർന്ന് ജീവിച്ച് നിനക്ക് പ്രസാദമുള്ളതും ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനം പ്രാപിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്ക് സ്തുതി സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്നുത്തരമായിട്ടു പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ ആകുന്നു.
പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ആകുന്നു. ഖദീസ് റൂഹായോ ഖദീസോ. നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വിശുദ്ധ സഭയുടെ വിശ്വാസമാദരവോടും ഭക്തിയോടും ബഹുമാനമുള്ള പട്ടക്കാരനോട് ചേർന്ന് ഏറ്റുചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യത്തിലുള്ള സത്യവും സൃഷ്ടിയിലും സകല സൃഷ്ടിക്കും മുഖാന്തരമായ മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധാത്മാവിനാൽ കന്യകമറിയാവുന്ന ശരീരം ധരിച്ച് മനുഷ്യനായ പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് തിരുവിധപ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ ഭാഗമായ യേശുമിശിഹായുടെ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകവിശുദ്ധാത്മാവിനും കാതോലികവും അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ പാപമോചനത്തിനുള്ള മാമോദീസ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ ആവശ്യഭാരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്നത് എത്ര പറഞ്ഞാലും തീരുന്ന എന്നതല്ല. എത്ര വർണ്ണിച്ചാലും അത് അവാച്യമായി പോകും. പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥനകളെ കേൾക്കുന്ന നല്ലതാണ്. നമ്മുടെ യാചനകൾക്ക് ഉത്തരമരുളുന്ന നല്ലതാണ്. വിശ്വാസത്തോടെ സമർപ്പണത്തോടെ അനുസരണയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അല്പസമയം ആയിരിക്കാം. ഈ ഇടവകയെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് നിരന്നിരിക്കാം. ഈ നിരണ പ്രദേശത്തെ ദൈവസന്നിധിയിലേക്ക് നിരന്നിരിക്കാം. ഈ നിരണ പ്രദേശത്തുൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിലേക്ക് നിരന്നിരിക്കാം. ദേശമൊക്കെയും കർത്താവേ കോവിഡിന്റെ ഒരു വലിയ പ്രയാസമാണ്. ഈ ഒരു മഹാമാരി എന്ന് തീരുമെന്ന് ചിന്തിച്ച് ഭയചിത്തരായി നാളെയെ കുറിച്ചുള്ള പ്രയാസത്താൽ കർത്താവെ പലരും ഭയപ്പെട്ടെന്ന് വിധവയുടെ ധനാർപ്പണത്തെ സ്വീകരിച്ചപ്പോൾ നാളെയെ കുറിച്ച് എന്റെ ഭക്ഷണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്റെ ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള വിശ്വാസത്താൽ മറുപടി നൽകിയപ്പോൾ ഇന്ന് വിശ്വാസികളായ ഞങ്ങൾ ഓരോരുത്തരും എന്റെ ദൈവം ഞങ്ങളെ കരുതിക്കൊള്ളും എന്നതായ വിശ്വാസത്തെ ജനിപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടെ നൽകുന്നു. ഞങ്ങളുടെ വേഗം ഉൾപ്പെട്ടു നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കടക്കുന്നു. കുടുംബങ്ങളിൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ദൈവസന്നിധിയിലേക്ക് കടക്കുന്നു. നാളുകളായി കർത്താവേ പ്രയാസത്താൽ ദേവാലയത്തിൽ വരുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയ പ്രിയപ്പെട്ടവരുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകളും ഭാരങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ ശാരീരികമായി മാനസികമായി ആരോഗ്യപരമായി അവിടെ നിന്ന് ബലപ്പെടുക. കുടുംബമായി പാർക്കുന്ന ഞങ്ങളുടെ ഇടവകങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വുമൻസ് ഫെലോഷിപ്പിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് നിന്ന് വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കർത്താവെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെ ദൈവസന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഈ കാലങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ധാരാളം പേർ കർത്താവേ ഞങ്ങളുടെ ഇടയിലുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേകർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം പേർ ഞങ്ങളുടെ ഇടയിലുണ്ട്. കർത്താവെ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേകർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഭവനത്തിന്റെ അറ്റകുറ്റ പണികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട്. കർത്താവെ, ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിയാൽ കർത്താവെ, ജോയിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ചാക്കോച്ചാനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞോളമാമയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജിജിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം കർത്താവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട മക്കൾ അപേക്ഷിച്ചിരിക്കുന്നു. കർത്താവെ, 15 ദിവസം പ്രായമുള്ള പൈതലിനെ ദൈവസന്നിധിയിലേക്ക് പരിഗണിക്കാം. കർത്താവ്, അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കർത്താവെ വലിയ വലിയ വാതിലുകൾ കർത്താവെ തുറന്നില്ല എന്ന് വരാം. എന്നാൽ തക്ക സമയത്ത് കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ട കുടുംബത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട കുഞ്ഞു പൈതലിനെ ദൈവസന്നിധിയിലേക്ക് പരിഗണിക്കുന്നു. ശാരീരികമായി ബലപ്പെടുത്തണമേ, ആരോഗ്യപരമായി ബലപ്പെടുത്തണമേ. കുടുംബത്തിന് ആവശ്യമായ മാനസികമായ ബലത്തെ കർത്താവ് അവിടുന്ന് നൽകണമേ. അനിതയുടെ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെറിയൊരു പ്രയാസ ഭാരപ്പെടുന്നുണ്ട്. കർത്താവെ, അതിവേഗ സൗഖ്യത്തെ പ്രിയപ്പെട്ട മകൾക്ക് അവിടുന്ന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകനായിരിക്കുന്ന സോജന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കൾ പിന്നീട് ചെറിയ പ്രയാസ ഭാരപ്പെടുന്നു. കർത്താവെ, മാതാപിതാക്കളെയും സഹോദരിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിവേഗ സൗഖ്യത്തെ കർത്താവ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോളച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ചെറിയൊരു പനിയുടെ പ്രയാസത്താൽ ഭാരപ്പെടുന്നു എന്നറിയുന്നു. കർത്താവെ, പ്രിയപ്പെട്ട മകനെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രത്യേകിച്ച് അനീഷിന്റെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തെ നൽകണമേ, ബലത്തെ നൽകണമേ, സൗഖ്യത്തെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ നിന്നൊക്കെ കർത്താവെ ഭൗതികമായ ആവശ്യഭാരങ്ങൾ ധാരാളമുണ്ട്. ഭവനത്തിൽ നിന്ന് വിദൂരത്തിലൊക്കെ ആയിരിക്കുമ്പോൾ അവിടുത്തെ വിവരങ്ങളൊക്കെയും സന്തോഷത്തോടെ ഞങ്ങൾ കേൾക്കുവാൻ, പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന ജിജി ജോൺസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അജീഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിജോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഷിബിച്ചാന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബെൻ ജോൺസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, ദൂരത്തായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു സങ്കേതവും കോട്ടയുമായിരിക്കണമേ. അത്യുന്നതനായ ദൈവത്തെയാകുന്നു കർത്താവെ ഞങ്ങൾ ആരാധിക്കുന്നത്. സർവശക്തനായ ദൈവത്തെയാകുന്നു ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് യാതൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളുടെ ജീവിത വിജയം നേടിയെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ജോൺസൺ സാറിനെ കുടുംബമായി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകൾ കോവിഡൊക്കെ പ്രയാസത്താൽ ഭാരപ്പെട്ട ഭവനങ്ങളിലായിരിക്കുന്നു. ശുശ്രൂഷയിലൊക്കെ കർത്താവെ അവിടുന്ന് പ്രിയപ്പെട്ട മകനുണ്ടല്ലോ. തുടർന്നുള്ള നാളുകളിൽ ഒരുമിച്ച് ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകണമേ. ഞങ്ങൾ ഇടവകയെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഇടവക കമ്മിറ്റിയൊക്കെ ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കർത്താവ് അവിടെ ക്ഷമിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോട് സ്തോത്രം. എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 5-ാം തീയതി 7 മണിക്ക് മരണം പ്രദേശത്ത് എത്തിച്ചേരുന്നതിന് ഇന്നേ ദിവസം കർത്താവെ, ഞങ്ങൾ ഈ ദേവാലയത്തിനായിരുന്നു കോവിഡ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇടവകങ്ങളെ കൂട്ടാതെ ആരാധന എടുക്കുവാനായിട്ടൊക്കെ സാധ്യമാണ്. പ്രത്യേകിച്ച് ഭവനത്തിലായി പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ പ്രയാസങ്ങളൊക്കെ മാറ്റി ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് അവിടുത്തെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലൊക്കെ ലഭിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനുമൊക്കെ ആദ്യം തന്നെ നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് മാതൃദിനമായി ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ദിവസമാണ്. അമ്മ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു അനുഭവമാണ്. പലപ്പോഴും നമുക്കറിയാം, അമ്മ എന്ന വാക്കിന്റെ അർത്ഥം കണ്ടെത്തുവാനായിട്ട് സാധ്യമല്ലാത്തൊരു കാലഘട്ടം.
ദൈവത്തെ പോലെ ദേവതയെ പോലെ കാണുകയും ആരാധിക്കുകയും ചെയ്യണം എന്നാണ് നമ്മളെയൊക്കെയും പഠിപ്പിക്കുന്നത്, നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ ഇടവകയിലും പരിസരത്തുമൊക്കെ ആയിരിക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ ആശംസകളും ഒക്കെ ആദ്യം തന്നെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഓൺ ഫെലോഷിപ്പിലുള്ള അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലുള്ള അമ്മമാർക്കുള്ള ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ എവങ്കേലിയൻ ഭാഗമായി വായിച്ച ഒരു ഭാഗത്തു നിന്ന് ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാകുന്നു വിശുദ്ധ എവങ്കേലിയൻ ഭാഗമായി വായിച്ചത്. അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിക്കും. തിരുവചനത്തിൽ കൂടി ഞങ്ങളെ അനുദിനം രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും, വചനധ്യാനം ഒരു പ്രാർത്ഥനയാകുന്നുണ്ട്. നീ എന്നെ രൂപപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങളൊക്കെയും സ്വീകരിപ്പാൻ, അതിൻ പ്രതി ഒരുങ്ങുവാൻ ഞങ്ങളെ അവിടെ ഒരുക്കണം. തിരുവചനത്തിൽ കൂടി കർത്താവെ അനുദിനം ജീവിപ്പാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം. അല്പസമയം തിരുവചനത്തിന്റെ തണലിലായിരിക്കുമ്പോൾ ജീവനുള്ള വചനങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിറയ്ക്കണം. യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോട് കേൾക്കുമാറാകണമേ. നമുക്കൊക്കെയും വളരെ പരിചിതമായ ഒരു വേദഭാഗമാകുന്നു വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കവർന്നഹൂമിലുള്ള ഒരു വലിയ പ്രവർത്തനത്തെ കുറിച്ച് നമുക്കൊക്കെയും പരിചിതമായ ഒരു വേദഭാഗമാകുന്നു. കവർന്നഹൂമിലെ ഒരു സ്വകാര്യ ഭവനം, ആ ഭവനത്തിൽ കർത്താവ് വരികയും ധാരാളം ജനങ്ങൾ ആ ഭവനത്തിലേക്ക് ആർത്തിരമ്പി വരികയും അവരുടെ മധ്യത്തിൽ ഒരു പക്ഷപാതക്കാരനായ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വേദഭാഗം. ആ സൗഖ്യം കണ്ട് ആ ജനങ്ങളും ആ മനുഷ്യനും ഒരുപോലെ ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ ആദ്യം കുറുവാക്യമായി വായിച്ച ആ വാക്യത്തിൽ തന്നെ ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ വന്നു. അവൻ ആ ഭവനത്തിൽ വസിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ഈ ക്രിസ്തീയ ഭവനത്തിനുണ്ടാകേണ്ട 1-2 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കും. ഒന്ന്, കവർന്നഹൂമിലെ ഭവനത്തിൽ ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ ദൈവം വസിക്കണം എന്നാണ് ഒന്നാമതായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം വസിക്കുന്നതായ എൻ്റെ ക്രിസ്തീയ ഭവനം. പലപ്പോഴും നമ്മൾ ഭവനങ്ങളിൽ എന്തിനാണ് മുഖ്യ സ്ഥാനം നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. കവർന്നഹൂമിൽ ആദ്യമായിട്ടല്ല കർത്താവ് വരുന്നത്. 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ അവിടെ പറയുന്നവൻ കവർന്നഹൂമിൽ വരികയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഭാഗം അവിടെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ കവർന്നഹൂമിലെ ജനങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തു ഒരു അപരിചിതനായ വ്യക്തിയല്ല, ഒരു സുപരിചിതനായ വ്യക്തിയാണ്. പലപ്പോഴും കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും തിരുവചനങ്ങളും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടു മനസ്സിലാക്കിയ ജനങ്ങളും ആ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ ധാരാളം പേർ ആർത്തിരമ്പി വരികയാണ്. രോഗികൾ കാണും, പ്രയാസങ്ങളുള്ളവർ കാണും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവർ കാണും, ഒരു നോക്ക് കാണുവാൻ വരുന്നവർ കാണും. അപ്പോൾ അത്തരത്തിൽ പലവിധ ആവശ്യ ഭാരങ്ങളോടുകൂടി ആ ക്രിസ്തീയ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ജനസമൂഹം. 2-ാം വാക്യത്തിന്റെ ആ ഭാഗത്ത് ഓർമ്മപ്പെടുന്നത് അവിടെ ആരും അവരെ തടയുവാനായിട്ട് അവിടെ ഇല്ല. എല്ലാവരെയും സ്വീകരിക്കുവാനായിട്ട് ആ ക്രിസ്തീയ ഭവനം ഒരുക്കപ്പെട്ടു എന്നുള്ളതാണ്. എത്രമാത്രം നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ ആ ഒരു എനർജി നിലനിൽക്കുന്നുണ്ട്. ഒരു കൂട്ടായ്മ നമ്മൾ വെക്കുമ്പോൾ കോവിഡ് കാലഘട്ടത്തിന് മുമ്പ് എത്ര പേർ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഇവിടെ പറയുന്ന വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. ഒരു തിങ്ങിപ്പാർക്കുന്ന ഒരിടം. ഇന്ന് വാതിക്കൽ പോലും ഇരിക്കുവാൻ ജനതയെ കിട്ടാത്തൊരു കാലഘട്ടം. അപ്പോൾ തീർച്ചയായും ഒന്നാമത് ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ ഭവനത്തിൽ ക്രിസ്തു വസിക്കണം. ഓരോ ദിവസവും ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അവിടെ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തു വസിക്കുന്ന ഭവനത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും മാറിപ്പോകും. ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നതിൽ കൂടി അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിന്റെ രോഗബന്ധനം അവിടെ അഴിയുകയാണ്. പിന്നൊരു കാര്യം ചിന്തിക്കുമ്പോൾ അവൻ രോഗിയായിട്ടുള്ളൊരു മനുഷ്യന് 4 സ്നേഹിതർ ഒരുമിച്ച് അവിടേക്ക് വരികയാണ്. ജനങ്ങൾ മൂലം കയറുവാൻ സാധിക്കുന്നില്ല. മേൽപ്പുര പൊളിച്ച് തുറന്ന് യേശുവിന്റെ അടുക്കിലേക്ക് ഇറക്കി വെക്കുകയാണ്. അവിടെയാണ് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്?
ശക്തമായ ഉറപ്പാണ് വിശ്വാസം. ഈ 4 സ്നേഹിതന്മാർക്ക് ശക്തമായ ഒരു ഉറപ്പുണ്ട്. യേശുവിന്റെ അടുക്കൽ എൻ്റെ ഈ സ്നേഹിതനെ, ഈ പക്ഷപാതം പിടിച്ച മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുചെന്നാൽ സൗഖ്യം ലഭിക്കും എന്നതായ ഒരു വലിയ വിശ്വാസം ഈ 4 സ്നേഹിതന്മാർക്കുമുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ ഒരു ഭവനത്തിൽ ഒരു പ്രയാസം വന്നാൽ നമ്മുടെ സ്നേഹിതർ വരുമ്പോൾ 4 ആശുപത്രി, ഒരു ആശുപത്രി ഒരുമിച്ച് അവർ പറയാറില്ല. ചിലപ്പോൾ BVS ഹോസ്പിറ്റലായിരിക്കാം, പുഷ്പഗിരി ആയിരിക്കാം, സായിപ്പിന്റെ ഹോസ്പിറ്റലായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല ഹോസ്പിറ്റലുകളായിരിക്കും 4 പേരും. എന്നാൽ ഈ 4 സ്നേഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്യത നമുക്ക് കാണാം. 4 പേരും ഒരുമിച്ച് പറയുന്നു, ഇന്ന ഭവനത്തിൽ ക്രിസ്തു വന്നിരിക്കുന്നു, ഇന്ന ഭവനത്തിൽ എൻ്റെ സ്നേഹിതനെ കൊണ്ടുചെന്നാൽ തീർച്ചയായും നിലനിൽക്കുന്ന സൗഖ്യം ഈ മനുഷ്യന് ലഭിക്കും എന്ന് അവിടെ പറയുന്നു. അങ്ങനെയാണ്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ശാരീരികമായ വേദനകളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും എൻ്റെ സ്നേഹിതനെ കരുതുന്നതായ ആ 4 സുഹൃത്തുക്കൾ അവിടെ സൗഖ്യം ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഭവനത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ ആത്മീയമായി ശാരീരികമായി രോഗം സൗഖ്യപ്പെടുന്ന ഭവനമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ഭവനം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കും. അവസാന വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് അവരോട് പറയുക. അപ്പോൾ ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ രോഗിയായിരിക്കുമ്പോൾ അവന്റെ രോഗം സൗഖ്യപ്പെടുത്ത എന്നല്ല കർത്താവ് പറയുന്നത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഈ 18 വർഷക്കാലം കിടക്കയിൽ അനങ്ങാൻ സാധിക്കാതെ, മറ്റുള്ളവരുടെ സഹായം കൊണ്ടൊന്ന് എഴുന്നേൽക്കുവാൻ പോലും സാധിക്കാത്ത ഈ മനുഷ്യൻ എന്ത് പാപം ചെയ്യാനാണ്? ആ മനുഷ്യനേക്കാൾ ഓടുകയും നടക്കുകയും സംസാരിക്കുകയും ജീവിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന നമ്മളൊക്കെയും അതിൽ നിന്നും ഒട്ടും വിദൂരത്തിലുള്ളവരല്ല. ആ മനുഷ്യനേക്കാൾ പാപികളായ മനുഷ്യനാണ് നമ്മൾ ഓരോരുത്തരും. ഈ കിടക്കയിൽ കിടന്ന് ഈ മനുഷ്യന്റെ പാപങ്ങൾ മോചിച്ചപ്പോൾ സൗഖ്യം ലഭിച്ചെങ്കിൽ ദൈവവുമായിട്ടുള്ള അകലം കുറയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനതയെ വീണ്ടെടുത്തതുപോലെ ഈ ദേശത്തു നിന്ന് ഈ മഹാമാരികളെയൊക്കെ മാറ്റി നമ്മളെയൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് ശക്തനായ ഒരു ദൈവമാണ്. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ 91 സങ്കീർത്തനത്തിൽ പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ശക്തനിൽ ശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് രാത്രിയിലെ ഭയത്തെ നമ്മൾ ഭയക്കണ്ട. ഇടതും വലതും ആയിരങ്ങളെയും 10,000-ങ്ങളെയും കൊണ്ട് കർത്താവ് നിറച്ചിരിക്കുകയാണ്. സുരക്ഷിതമായി നമ്മളെ വഹിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യുക. ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥനകൾ ഭവനത്തിലുണ്ടാകണം. ഒരു സാക്ഷ്യമുള്ള ഭവനമായി തീരണം. അടുത്തുള്ള ഭവനങ്ങൾ കണ്ടു പറയണം, അതൊരു ക്രിസ്തീയ ഭവനം എന്ന് പ്രഖ്യാപിക്കുവാനായിട്ട് സാധ്യമാകണം. ഇന്ന് ആദ്യത്തെ ഞായറാഴ്ച എൻ്റെ ഇടവക